ക്രോക്കറി വാങ്ങാൻ, വേറെ വിധത്തിൽ ഗാഡ്ജറ്റ്സ് വാങ്ങാൻ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ നേരട്ടെ. അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഒരു വർഷം നമ്മളെ പിന്നിട്ട് മാറുകയാണ്. ഈ ഒരു പിന്നിടലിന് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ 2025 എന്നുള്ള ഒരു വിലയിരുത്തലും അടുത്ത 2026 നമുക്ക് എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവലോകനവും ആവട്ടെ നമ്മളുടെ ഈ ഒരു വെബിനാർ. ഓക്കെ, ഈ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം 2025 നിങ്ങളുടെ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് നിർബന്ധമാണ്. നമ്മൾ റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാറുള്ളത്? എന്താണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഈ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും അത് വിലയിരുത്തേണ്ടതാണ്. ഞാൻ ദിവസേന കണ്ടുമുട്ടുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റെസ്റ്റോറന്റ് ഉടമകളെ ഞാൻ വിലയിരുത്തിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവർക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവർ മുമ്പ് കാണുന്നുള്ളൂ. ബിസിനസ് ചെയ്യണം, ആളുകൾക്ക് സെയിൽസ് നടത്തണം, വിൽപ്പന നടത്തണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് പല ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതാണോ റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുമ്പോൾ റെസ്റ്റോറന്റ് ഉടമകളുടെ മനസ്സിലുണ്ടാവേണ്ട ലക്ഷ്യം? എന്തായിരിക്കണം അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് വിലയിരുത്തുക. നിങ്ങൾ വിൽപ്പന കൂടുതൽ നടത്തിയാൽ നിങ്ങളുടെ റെസ്റ്റോറന്റ് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ റെസ്റ്റോറന്റിന് എന്താണ് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? നിങ്ങളൊരു ബിസിനസ് നല്ല രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി കഴിയുന്നത്? ഈ രണ്ട് കാര്യങ്ങളിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകും? അല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഇനി നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഒരു റെസ്റ്റോറന്റ് ബിസിനസ് 2025 നിങ്ങളുടെ റെസ്റ്റോറന്റ് ബിസിനസ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് 2025 നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വിൽപ്പന ചിലപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ബിസിനസ് നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ മാസം അവസാനമാകുമ്പോഴേക്ക്, ഓരോ മാസവും അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ എന്ത് ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തുണ്ട് ഉത്തരം തരാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ബാക്കിയുള്ളത് തന്നെയാണോ ഈ മാസവും ബാക്കിയാവുന്നത്, അഥവാ ഒരു പണവും കൂടുതലായിട്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസിലേക്ക് കടന്നു വന്നിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യപ്പെടേണ്ടത്. ഞാൻ മീറ്റ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ഉടമകളിൽ ഈ ബാങ്ക് ബാലൻസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഓരോ മാസവും അൺസെക്യൂർ ആയിട്ടുള്ള ലോണുകളുടെ പിടിയിലേക്ക് ഇവരെ അമർന്നു പോകുന്ന കാഴ്ച കൂടിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. മിക്ക റെസ്റ്റോറന്റ് ഉടമകളുടെയും അവസ്ഥ ഏതാണ്?
ഞാൻ മീറ്റ് ചെയ്യുന്നതിൽ 90% ആളുകളിലും ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിളിങ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഇവരുടെ ഫോക്കസിനെ മാറ്റുന്നതിലേക്ക് ഞാൻ കൂടുതൽ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒരു റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ഏതൊരു ബിസിനസ് നടത്തുമ്പോഴും നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിന് എന്താണ് ഈ ബിസിനസ് ഉടമ ചെയ്യേണ്ടത്, അത് തന്റെ ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ നിങ്ങൾ വിലയിരുത്തപ്പെടേണ്ട ഒരു വർഷമാണ് നമ്മളുടെ മുമ്പിൽ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ബിസിനസ്സിൽ? നിങ്ങളുടെ ഓരോ വിൽപ്പനയും നിങ്ങൾക്ക് ലാഭം തന്നിട്ടുണ്ടോ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ? ഇതിനെ നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇവിടെ നിങ്ങളുടെ വിലയിരുത്തലുകൾ നിങ്ങളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പർ എങ്ങനെയാണോ, ഒരു വൈറ്റ് പേപ്പർ എടുത്താൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ വിലയിരുത്തലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് മുൻകൂട്ടി യാതൊരു വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവരുത്. നിങ്ങൾ ഈ വിലയിരുത്തൽ നടത്തുമ്പോൾ നിങ്ങൾ വളരെ ബ്ലാങ്ക് ആയിട്ട് നിങ്ങളുടെ കണക്കുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പരിശോധിക്കുക. ഒരു മുൻധാരണ വെച്ച് നിങ്ങൾ ഇതിനെ വിലയിരുത്താൻ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ കൊണ്ടാണ്, ഇതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ, പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, പണം ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ മറ്റുള്ള ഒരുപാട് എഫേർട്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ എന്തുത്തരമുണ്ട്? എന്തുത്തരമുണ്ട് നിങ്ങളുടെ കയ്യിൽ? 2025 നമുക്ക് എന്ത് തന്നു? നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് 2025 തന്നത്? നിങ്ങൾ 2024 നിന്ന് 2025 നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ 2024 കഴിഞ്ഞ സമയത്ത് 2025 തുടക്കത്തിൽ നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് 2025? എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്? ഇത് നിങ്ങളൊന്ന് വിലയിരുത്തുക. ഇങ്ങനെ പോയാൽ മതിയോ നമുക്ക് 2026? 2025 നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ നേട്ടം, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു നേട്ടം ഉണ്ടാവും, ഇല്ലേ? ഏതൊരാളും ഒരു 2026 ഇനിയിപ്പോ പിറക്കാൻ പോകുന്നു. ഈ 2026 എനിക്ക് ഇങ്ങനെയൊക്കെ, 2026 അവസാന മാസമാകുമ്പോഴേക്ക്, അവസാന ദിനമാകുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെയായിട്ട് മാറണം എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ 2025 തുടക്കത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവാം. അത് 2025 അവസാന ദിനമായിട്ടുള്ള ഇന്നെത്തിയപ്പോഴേക്ക് ആ സ്വപ്നത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം, ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സമായിട്ടുണ്ടായിരുന്നത്? നിങ്ങളൊന്ന് വിലയിരുത്തിനോ? ഈ വിലയിരുത്തൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ടതാണ്. ഇത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റെസ്റ്റോറന്റ് ഉടമകളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് 2025 ഉണ്ടായിട്ടുള്ള നമ്മളുടെ ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് 2026 ഉണ്ടായിക്കൂടാ. നമുക്ക് 2026 നമ്മൾ ആ മിസ്റ്റേക്ക് നമ്മളിൽ വന്നു പോയാൽ നമ്മളെന്ന വ്യക്തിയോ നമ്മളുടെ ബിസിനസ്സോ ചിലപ്പോ ഇവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമുക്കറിയാം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസപ്പെടലുകളാണ് ഏറ്റവും വലിയ പ്രയാസം, അല്ലേ? സാമ്പത്തികം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം ശരിയാക്കാൻ അത് നമ്മൾ അനുവദിക്കും. ഫിനാൻഷ്യലായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് എല്ലാത്തിനും അത് ഒരു
പ്രധാന കാരണമായിട്ട് മാറുക. എല്ലാ വിധത്തിലും നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളെ ബാധിക്കും, ഇല്ലേ, നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ നിലനിൽപ്പുകളെ ബാധിക്കുക. അപ്പോ നമുക്ക് നമ്മളുടെ ബിസിനസ് നമ്മുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ റെസ്റ്റോറന്റിന്റെ ബിസിനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഇങ്ങനെ മാറണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കണമെങ്കിലോ അതിനാവശ്യമുള്ള കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ റെസ്റ്റോറന്റിന് കഴിയണം. ചിലപ്പോൾ നമ്മളൊരു 10 വർഷം മുമ്പ് തുടങ്ങിയ റെസ്റ്റോറന്റ് ആയിരിക്കാം. അന്നത്തെ സ്ട്രാറ്റജിയിൽ അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെയോ അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരെയോ നല്ല രൂപത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കി മുമ്പോട്ട് പോയ റെസ്റ്റോറന്റ് ആയിരിക്കാം. അങ്ങനെ തന്നെയേ ഞാൻ ചെയ്യുള്ളൂ എന്ന് നമ്മൾ നിർബന്ധം പിടിച്ച ആ ബിസിനസ് മോഡൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുക? കാലം മാറി, ഇന്നത്തെ ആളുകളുടെ ഭക്ഷണ സംസ്കാരങ്ങൾ മാറി, ആളുകളുടെ തിരഞ്ഞെടുപ്പ് രീതികൾ മാറി, ഇല്ലേ? ആളുകൾ റെസ്റ്റോറന്റുകൾ തിരഞ്ഞെടുക്കുന്ന രീതികളൊക്കെ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വളരെ രസകരമായിട്ടുള്ള രീതികളിലാണ് ആളുകളുടെ റെസ്റ്റോറന്റുകളെ തിരഞ്ഞെടുക്കുന്ന രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ റെസ്റ്റോറന്റിനെ നമുക്ക് വിജയത്തിലെത്തിക്കാൻ, പ്രോഫിറ്റബിൾ ആക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ബിസ്ബ്രാൻഡ് പ്രോഫിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് 2026 ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനായിട്ട് ഒരുപാട് ക്യാമ്പയിനുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിരവധി ക്യാമ്പയിനുകൾ. കാരണം അറിവില്ലായ്മ കൊണ്ട് ഒരു റെസ്റ്റോറന്റ് ഉടമ ഇനി പരാജയപ്പെടരുത്. അറിവില്ലായ്മയും അറിവ് നേടാൻ തയ്യാറാവാത്തതും രണ്ടാണല്ലോ. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തത് കൊണ്ട് പറ്റുന്ന തെറ്റുകൾ. അറിവ് നേടാത്തത് കൊണ്ട് വരുന്ന മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ അറിവ് നേടിയാൽ അത് രക്ഷപ്പെടും എന്ന് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ അറിവ് നേടാതെ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ തെറ്റ് തന്നെയും. അപ്പൊ ഈ കാര്യങ്ങളെ അവെയർ ചെയ്യുക, നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ബിസ്ബ്രാൻഡ് ചെയ്യുന്നത്. ഇന്ന് ഏകദേശം 6000-ലധികം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിസ്ബ്രാൻഡ് റെസ്റ്റോറന്റ് കമ്മ്യൂണിറ്റി മാറിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ലൈവ് പ്രോഗ്രാമുകളിലൂടെയും അതേപോലെ സൂം ലൈവ് വെബിനാറുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സമയത്തും ശ്രദ്ധിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഞാൻ ലൈവിൽ വരാറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും നിങ്ങൾക്ക് അതേപോലെ കൂടുതൽ അറിവുകൾ ആ ഒരു ആഴ്ചക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുമായിട്ട് ഡെലിവർ ചെയ്യാനും എനിക്ക് സാധിക്കാറുണ്ട്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോളജാണ് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2026 ഇത് തുടരും. കൂടാതെ ഒരുപാട് പുതിയ ക്യാമ്പയിനുകൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സെയിൽസ് ടീമിനെ ഇംപ്രൂവ് ചെയ്യിക്കുക, അതേപോലെ നിങ്ങളുടെ മെനുവിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യിക്കുക, നിങ്ങളുടെ ഓപ്പറേഷൻസിൽ നിങ്ങളില്ലാതെ നിങ്ങളുടെ ഓപ്പറേഷൻസിനെ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക തുടങ്ങിയ ഒരുപാട് പ്രോസസ്സുകൾ 2026 നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. പഠിക്കുന്നത് ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വന്തം നോളജിനെ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ടൈം ആയാലും പണമായാലും നിങ്ങളുടെ നോളജിനെ നിങ്ങൾ വളർത്തിയെടുക്കുന്നതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇത് നമ്മൾ 2026 കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കാര്യങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നോളജിന് ഒരു പരിധിയില്ല. കാരണം എന്താ? നമ്മൾ ഇന്ന് പഠിച്ചത് നാളത്തേക്ക് അപ്ഡേറ്റ് ആവും, ഇല്ലേ? അതാണ് ഇന്നത്തെ കാലഘട്ടം. ഇന്ന് AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ടറിലും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെസ്റ്റോറന്റ് മേഖലയിൽ ഒരുപാട് മേഖലകളിൽ AI ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് മുമ്പോട്ട് നമ്മളും അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സോഫ്റ്റ്വെയറുകൾ പോലും ഉണ്ട്, അല്ലെ? പെറ്റ്പൂജ പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ AI ഇന്റഗ്രേഷൻ നടത്തി കഴിഞ്ഞു. നിങ്ങൾ അറിയാതെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? AI ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യേണ്ട സ്ട്രാറ്റജികൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ബിസ്ബ്രാൻഡ് ടീമും AI സപ്പോർട്ടോട് കൂടി ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വരേണ്ട നോളജുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്.
അതത് സമയത്ത് ഈ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് അപ്ഡേറ്റുകളും കണ്ടെത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ടീം സന്നദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നോളജ് മാക്സിമം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ആ നോളജ് നേടിയെടുത്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം നമ്മൾ. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്? എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്? ഇത് ഒന്ന് വിലയിരുത്തി നോക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്? ഒന്ന്, നിങ്ങളുടെ ഓരോ വിൽപ്പനയും ലാഭം തരുന്ന ഡിഷസുകളായിരിക്കണം നിങ്ങൾ വിൽപ്പന നടത്തേണ്ടത്, അല്ലേ? ആ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപഭോക്താവ് നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കഴിയണം, വേണ്ടേ? ഉപഭോക്താവില്ലെങ്കിൽ നിങ്ങൾ എത്ര വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ആൾ വന്നിട്ടില്ലെങ്കിലോ അത് വേസ്റ്റേജ് എന്ന് പറയുന്ന പോർഷനിലേക്കാണ് പോകുന്നത്. നമുക്കൊരിക്കലും അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഉപഭോക്താക്കളെ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് ആകർഷിക്കുന്നതിന് നമ്മളുടെ റെസ്റ്റോറന്റിൽ എന്തുണ്ട് പ്രത്യേകത എന്നുള്ളത് അവരെ അറിയിക്കണം നമുക്ക്. ഇങ്ങനെ നമ്മൾ അവരെ അറിയിച്ചു, മറ്റുള്ള റെസ്റ്റോറന്റുകൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത നമ്മളിലുണ്ട് എന്നുള്ളത് അവരോട് നമ്മൾ പറഞ്ഞു. അവര് അത് കേട്ട് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് എത്തുന്നു. നമ്മള് ആ പറയുന്ന ഉൽപ്പന്നം അവർക്ക് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് നമ്മൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ഈ പ്രോഫിറ്റ് അവരിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഈ വിപണിയിൽ കിട്ടാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡ് എനിക്ക് കഴിക്കാൻ കിട്ടി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ആ ഉപഭോക്താവ് തിരിച്ചു പോവുകയും ചെയ്യും. ആ പോയ ഉപഭോക്താവിനെ വീണ്ടും നമുക്ക് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് അതേപോലെ കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അടുത്ത ഒരു ഡിഷിനെ കാണിച്ച്, അല്ലെങ്കിൽ ഈ ഡിഷസുകളുടെ അപ്ഡേറ്റ് കാണിച്ച്, അല്ലെങ്കിൽ മറ്റൊരു ഇവന്റ് കാണിച്ച് നമ്മൾ അവരെന്ത് ചെയ്യും? നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ നമ്മളുടെ റെസ്റ്റോറന്റിലേക്ക് സ്ഥിരമായിട്ട് വരുന്നതും നിലനിന്ന് പോകുന്നതും പുതുതായിട്ട് വരുന്നതുമായിട്ടുള്ള കസ്റ്റമറെ ധാരാളമായിട്ട് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ റെസ്റ്റോറന്റ് ലാഭകരമായിട്ടുള്ള വിൽപ്പന നടത്തുന്ന റെസ്റ്റോറന്റ് ആയിട്ട് മാറും. ഇതിന് ഒരുപാട് ആളുകളെ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സ്ട്രാറ്റജി ഇപ്പോൾ സക്സസ് ആയി. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? പല ആളുകളും സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത്, വിൽപ്പന കൂടിയാൽ എന്റെ ലാഭം വർദ്ധിക്കും, അല്ലെങ്കിൽ ഞാൻ ലാഭത്തിലാകും, ഞാനിപ്പോ നഷ്ടത്തിലാ പോകുന്നത്, വിൽപ്പന കൂടിയാൽ ഞാൻ ലാഭത്തിലാകും. ഞാൻ നിങ്ങളോടൊരു യാഥാർത്ഥ്യം പറയട്ടെ. വിൽപ്പന വർദ്ധിപ്പിക്കുക, ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക, കസ്റ്റമറുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ഇന്നത്തെ വിപണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സ്ട്രഗിൾ തരുന്ന ഒരു ജോലിയാണ്. ഉപഭോക്താക്കളുടെ എണ്ണം ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിപണിയിൽ ഇന്ന് നമുക്ക് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് വേണ്ടത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ ഉപഭോക്താവിനും വിൽക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് നമുക്ക് ലാഭം നേടാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് വിൽക്കുന്ന ഓരോ ഉൽപ്പന്നത്തിൽ നിന്നും നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലാഭം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കസ്റ്റമറെ കൊണ്ടുവന്നാൽ മതി, നമ്മളുടെ ബിസിനസ് ബ്രേക്ക് ഈവൻ ആകും. അത് കഴിഞ്ഞ് ഇത്ര ബിസിനസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. നമുക്കൊരു മന്ത്ലി പ്രോഫിറ്റ് ഇത്രത്തോളം നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് ഒരു കണക്ക് നമുക്ക് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായിട്ടുള്ള ഗ്രോത്തിലേക്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെ ഒരു പ്ലാനിങ് 2025 നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ബ്രേക്ക് ഈവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഒരു കസ്റ്റമർ ആവറേജ് സെയിൽ വാല്യൂ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിൽ നിന്ന് എത്ര രൂപ നമുക്ക് കിട്ടണം, ഇങ്ങനെ ഇത്ര രൂപ തരുന്ന എത്ര കസ്റ്റമർ നമ്മുടെ റെസ്റ്റോറന്റിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ റെസ്റ്റോറന്റിൽ നമുക്ക് ബ്രേക്ക് ഈവൻ ആവാൻ കഴിയുക. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എത്രയായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ 2025 നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
ഇത് കണക്കുകൾ കഥ പറയണം. നമ്മുടെ റെസ്റ്റോറന്റ് കണക്കുകളാണ് കഥ പറയേണ്ടത്. നിങ്ങളുടെ വിൽപ്പന എത്ര, ആവറേജ് വാല്യൂ എത്ര കിട്ടി നിങ്ങൾക്ക്, ഇതിന് എത്ര ഫുഡ് കോസ്റ്റ് വന്നിട്ടുണ്ട്, ഈ ഫുഡ് കോസ്റ്റ് കഴിച്ച് എത്ര നിങ്ങൾക്ക് പ്രോഫിറ്റ് മാർജിൻ കിട്ടിയിട്ടുണ്ട്, ഈ പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് ഫീസിബിൾ ആണോ നിങ്ങളുടെ ബ്രേക്ക് ഈവനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റെസ്റ്റോറന്റിനെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ നിങ്ങൾ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റിംഗ് ടൂളുകൾക്ക് ഒരുപാട് പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, മറ്റുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്ത് നോക്കും. അവസാനം നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ അതിൽ നിന്നൊന്നും കസ്റ്റമർ വരുന്നില്ല, ഈ കസ്റ്റമർ കൂട്ടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് നിങ്ങൾ ആ പരാജയം സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളെ അടിസ്ഥാന പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താ? നമ്മുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാൽക്കുലേഷനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഒന്ന്. രണ്ട്, നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങളുടെ റെസ്റ്റോറന്റ് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറോട് പറയാനുള്ളത് എന്നുള്ളതിന് വ്യക്തത നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾക്ക് വിലയിരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്ന അത്രയും കാലം നിങ്ങളുടെ റെസ്റ്റോറന്റിന് സ്ട്രഗിളിംഗ് ആയിരിക്കും ഉണ്ടാവുക. ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഒരു ദിവസം കസ്റ്റമർ കൂടുതൽ വരും, രണ്ടാമത്തെ ദിവസം തീരെ കസ്റ്റമർ ഉണ്ടാവില്ല, മൂന്നാമത്തെ ദിവസം തീരെ അതിലും കുറഞ്ഞ കസ്റ്റമർ ആയിരിക്കും, നാലാമത്തെ ദിവസം അല്ലെ പിന്നെ നമുക്ക് വീക്കെൻഡുകളിൽ കുറച്ച് കൂടുതൽ കസ്റ്റമർ കയറും. ഇങ്ങനെ നമ്മൾ കിടന്നിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു 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 വല്ലാത്തൊരു അവസ്ഥയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ബിസിനസ്സിനുള്ളിൽ നമുക്കുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് പല റെസ്റ്റോറന്റുകളിലും ഓരോ കസ്റ്റമർ ചോദിക്കുന്ന ഓരോ ഡിഷസുകൾ ഓരോ ദിവസം നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക മെനുവിൽ. എന്താണ്? ഏത് കസ്റ്റമർ വന്നാലും അവർക്ക് കൊടുക്കാനുള്ള ഡിഷ് എന്റെ റെസ്റ്റോറന്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പല ആളുകളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2025 നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ 2026 നിങ്ങൾ അത് തിരുത്തണം. ഒരു കസ്റ്റമർ വന്ന് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഷ്, അവർക്ക് ആവശ്യമുള്ള ഒരു ഡിഷ് നിങ്ങളോട് ചോദിച്ച് നിങ്ങളിൽ ഇല്ല എങ്കിൽ അവർക്ക് നിങ്ങൾ ആ ഡിഷ് ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഡിഷിനെ ക്രോസ് സെൽ ചെയ്യുന്നതിലേക്ക് നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് മാറ്റുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കസ്റ്റമർ വന്ന് ചോദിക്കുന്ന എല്ലാ ഡിഷസുകളും നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര ഡിഷസുകൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും? 500, 1000, 2000 ഇത്രയും ഡിഷസുകൾ നിങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങളുടെ ലിമിറ്റേഷൻസ് തീരില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതല്ല യഥാർത്ഥത്തിൽ ഒരു റെസ്റ്റോറന്റ് ബിസിനസിന്റെ മെനു പ്ലാനിങ് എന്ന് പറയുന്നത്. മെനു പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് ഷോർട്ടൺ ആയിട്ടുള്ള ഒരു മെനു ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും ഷോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വിപണിയിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു മെനു നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു മെനു നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സിഗ്നേച്ചർ ഡിഷസുകളും നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഡിഷസുകളുമായിട്ട് നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിപണിയിൽ ഒന്നും പേടിക്കാനില്ല. പിന്നെ നിങ്ങളുടെ വിപണിയിൽ നിങ്ങളായിരിക്കും ലീഡർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു വിപണിയിൽ ഒരു 10 റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ ഈ 10 റെസ്റ്റോറന്റുകൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയും? 10 റെസ്റ്റോറന്റുകൾക്കും സക്സസ് ആകാൻ കഴിയും നമ്മുടെ വിപണിയിൽ. ഒരുപാട് ഡിഷസുകൾ ഉണ്ടാക്കിയെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിഷസുകൾ, 3, 4 അല്ലെങ്കിൽ ഒരു 10 ഡിഷസുകൾ മാക്സിമം, അല്ലെങ്കിൽ ഒരു 20 ഡിഷ്. നിങ്ങൾ ഇനിയിപ്പോ ഒരുപാട് സീറ്റിങ്ങും അങ്ങനത്തെ സംവിധാനങ്ങളുള്ള ഒരു ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 20 ഡിഷ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. മൾട്ടി ക്യൂസിനാണെങ്കിൽ 5 എണ്ണം വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 4 പിന്നെ ക്യൂസിൻസുകളിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ കഴിയുന്ന ഡിഷസുകളായിട്ട് നിങ്ങളുടെ ഈ ഡിഷസുകളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി കസ്റ്റമർ വന്ന് കസ്റ്റമറുടെ പിന്നെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഡിഷസുകൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീമിനെ കൃത്യമായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ക്രോസ് സെൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് അവരിൽ ഉണ്ടാവും. ഒറ്റ കസ്റ്റമറും തിരിച്ചു പോവില്ല നിങ്ങൾ. അതിന് നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കണം.
ഇവിടെയൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ടീമിനെ ട്രെയിനിങ് കൊടുക്കുന്നതിന് എത്ര ആളുകൾ ഇന്ന് വിപണിയിൽ ട്രെയിനിങ് ചെയ്തെടുക്കുന്നുണ്ട്? നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് വിലയിരുത്തുക. നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ എത്രത്തോളം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? അപ്പൊ പല ആളുകളും പറയുന്നതിന്റെ ഒരു കാരണം ട്രെയിനിങ് കൊടുത്ത അവരിന്ന് നിൽക്കും, നാളെ പോകും, മറ്റന്നാൾ അവരുണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ബിസിനസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? നമ്മളിൽ വരുന്ന കസ്റ്റമർക്ക് വിൽപ്പന നടത്താൻ നമ്മുടെ ടീമിന് കഴിയാതെ പോകുമ്പോൾ, അവർക്ക് ക്രോസ് സെൽ ചെയ്യാനും അപ്സെൽ ചെയ്യാനും കഴിയാതെ പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട 100ഉം 200ഉം 500ഉം ഓരോ കസ്റ്റമറിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തിരിച്ചു കിട്ടും. കാരണം എന്താ? ഒരു മാസം വേണ്ട, നിങ്ങൾക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങൾക്ക് ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ടീം മാറും. അപ്പോ അവർക്ക് ട്രെയിനിങ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം അവരെന്ത് ചെയ്യണം? നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി കൂടി നമ്മൾ ബിൽഡ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള SOPകൾ സെറ്റ് ചെയ്ത് ഇവർക്കുള്ള റെസ്പോൺസിബിലിറ്റികൾ കറക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവർക്ക് കൂടുതൽ റിവാർഡ്സും ഇൻസെന്റീവ്സും കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഫോർമാറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്ലോറുകളിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അവർ നിങ്ങളെ വിട്ടു പോവില്ല. ഇത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. നമ്മൾ പല ഫ്ലോറുകളിലും കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പല ബിസിനസ് ഉടമകളെയും സംസാരിക്കുന്ന സമയത്ത്, ഞാൻ ഇവർക്ക് ട്രെയിനിങ് കൊടുത്താല് ഇവര് പിന്നെ അത് പഠിച്ച് അവരെ 2 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് ചാടി വേറെ എടുത്തിട്ട് പോകും. എന്ത് ബെനിഫിറ്റാണ് എനിക്കുള്ളത്? അപ്പൊ ഇവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഒരിക്കലും വിലയിരുത്താറില്ല, നമ്മൾ ചിന്തിക്കാറില്ല. ഇവര് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ജോസഫ് മർഫിയുടെ ബുക്കിൽ ജോസഫ് മർഫി പറഞ്ഞു, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ റെസ്റ്റോറന്റുകളിൽ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കുകയാണ് ഇവർ 2 ദിവസം നിൽക്കുള്ളൂ, ഇവരത് കഴിഞ്ഞാൽ ചാടിപ്പോകും. അവര് ചാടിപ്പോവും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കുകയാണ് ഇവർക്ക് ഞാൻ കൃത്യമായി ട്രെയിനിങ് കൊടുത്തു, കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു, ഞാൻ ഇവർക്ക് ഇൻസെന്റീവും റിവാർഡ്സും ഒക്കെ ഓഫർ ചെയ്തു, ഇവരെ കൃത്യമായിട്ട് എന്നിലേക്ക് എനിക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. നിങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകളിൽ 80% റെസ്റ്റോറന്റുകളിലും സ്റ്റാഫുകൾ നിൽക്കുന്നില്ല. സ്റ്റാഫുകൾ വിട്ടുപോവുക ഇല്ലേ? കുറച്ച് ദിവസങ്ങളെ നിൽക്കുന്നുള്ളൂ അവര്. അതേസമയം ഒരു 20% റെസ്റ്റോറന്റുകൾ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നേ ഇല്ല. അവിടെ ബിസിനസ് ഓണർ അവിടുത്തെ ഒരു കാര്യത്തിലും ഇടപെടേണ്ടി വരുന്നില്ല. അവിടെ ഡിഷസുകളാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഡിഷസുകൾ വെച്ചിട്ടാണ് അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് 20% റെസ്റ്റോറന്റുകളിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? 80% ഫെയിലിയർ ആകുമ്പോൾ 20% റെസ്റ്റോറന്റുകൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? അവർക്ക് അവരുടെ മെനുവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അവിടെ വരുന്ന കസ്റ്റമറെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അവിടെയുള്ള ജീവനക്കാരെ എങ്ങനെ അവരുടെ ടീമിനെ കറക്റ്റായിട്ട് ടീം ബിൽഡ് ചെയ്ത് ടീമിനെ ഒത്തൊരുമയോടെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തിയിട്ടാണ് ഈ റെസ്റ്റോറന്റുകൾ ഇന്ന് സക്സസ് ആയിട്ട് പോകുന്നത്. നമ്മൾ പരാതിയും പരിഭവവും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരാതി പറയുന്നതോടൊപ്പം ഈ പരാതി പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും സൊല്യൂഷനുകളിലേക്ക് നമ്മൾ പോകണ്ടേ? അത് നമ്മളൊന്ന് പഠിക്കണ്ടേ? ഇന്ന് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വിപണിയിൽ ഇന്ന് പരാജയപ്പെട്ടു പോകുന്ന പുതിയതായിട്ട് ആരംഭിക്കുന്ന പല റെസ്റ്റോറന്റുകളും, മിക്ക റെസ്റ്റോറന്റുകൾ എന്ന് തന്നെ പറയാം, ഭൂരിഭാഗം റെസ്റ്റോറന്റുകൾ എന്ന് തന്നെ ഞാൻ പറയാം, വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ, കാരണം അവർ പ്ലാൻ ചെയ്ത പണത്തിനേക്കാൾ തന്നെ പിന്നെ അത്രേ കൂടി ഒരു ഏകദേശം ഒരു 100% കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർ പൂർത്തീകരിക്കുന്നത്. അത്തരം റെസ്റ്റോറന്റുകൾ 6 മാസത്തിൽ കൂടുതൽ
നിലനിൽക്കുന്നില്ല വിപണിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. എന്താ ഇവിടെ തെറ്റുകൾ സംഭവിക്കുന്നത്? എവിടെയാണ്? എന്താണ് ഇതിന്റെ പാകപ്പിഴവുകൾ? ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ വിപണിയിലെ റെസ്റ്റോറന്റുകൾ പൂട്ടിപ്പോകുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ റെസ്റ്റോറന്റ് ഉടമയെ വിസിറ്റ് ചെയ്തത് എന്നോട് പറഞ്ഞു, ആളുകളില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ഫ്ലോറൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു, ഇപ്പൊ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം. ആളുകൾ ഇല്ലാത്ത പ്രശ്നമുണ്ടോ? ആളുകൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ജീവിക്കുന്ന അവസ്ഥയുണ്ടോ നമ്മുടെ വിപണിയിൽ? അല്ല. ആളുകൾ വ്യത്യസ്തമായ വിഭവങ്ങൾ തേടി പോവുക. വ്യത്യസ്തമായ വിഭവങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് ആളുകൾ നല്ല രൂപത്തിൽ ആളുകൾ ചെല്ലുന്നുണ്ട്, അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ പണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു 10 വർഷവും 15 വർഷവും പിന്നില് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മുന്നിൽ യാത്ര ചെയ്തു പോകുന്ന 1 വർഷവും 2 വർഷവുമായിട്ട് തുടങ്ങിയ റെസ്റ്റോറന്റുകളുടെ ബ്രാൻഡുകൾ ഇന്ന് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇതാണ് 2025 നമ്മൾ കണ്ട മാറ്റം. ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറന്റുകൾ കംപ്ലീറ്റ്ലി ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കോൺസെപ്റ്റുകളിലും പുതിയ മെനുകളിലും ഗ്ലോബൽ ലെവലിലുള്ള ഫ്യൂഷൻ ഡിഷസുകളൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറന്റുകൾ അവരുടെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ ഓരോ 3 മാസം 2 മാസം 1 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഏറ്റവും കുറഞ്ഞ സ്പേസിലാണ് അവരുടെ റെസ്റ്റോറന്റുകളൊക്കെ അവർ ഓപ്പൺ ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ഡിഷസുകളിലാണ് അവരുടെ റെസ്റ്റോറന്റുകൾ അവർ കൊണ്ടുവരുന്നത്. ഏറ്റവും കുറഞ്ഞ സ്റ്റാഫ് സ്ട്രെങ്ത്തിലാണ് അവരുടെ റെസ്റ്റോറന്റുകൾ അവർ കൊണ്ടുവരുന്നത്. വലിയ ടെക്നോളജി ഇന്റഗ്രേഷന്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ റെസ്റ്റോറന്റുകൾ അവർ വർക്ക് ചെയ്യുന്നത്. ഇത്തരം റെസ്റ്റോറന്റുകൾ നല്ലോണം ലാഭത്തിലാകുന്നു. നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായില്ല. നമ്മൾ 10 വർഷം ഞാൻ നല്ല രൂപത്തിൽ റെസ്റ്റോറന്റ് ലാഭത്തിലായിരുന്നു കൊണ്ടുവന്നത്, ഇനിയും എനിക്ക് അങ്ങനെ ഭാവിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കി മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താ? റെസ്റ്റോറന്റ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നഷ്ടം വന്നു തുടങ്ങിയാൽ എല്ലാ ദിവസവും നഷ്ടമാണ്. ഇല്ലേ? ഒരു വീക്കെൻഡ് മാത്രം ബിസിനസ് കിട്ടിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വീക്കെൻഡ് ബിസിനസ് മാത്രം നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് പ്രോഫിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ബിസിനസ് ചെയ്യണം പിന്നെ ആ 2 ദിവസം മാത്രം ബിസിനസ് ചെയ്താൽ പോരെ, ബാക്കി 4 ദിവസം പൂട്ടിയിട്ടാ പോരെ? രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ബിസിനസ് രക്ഷപ്പെടണമെങ്കിൽ ബിസിനസ്സിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ, കഥ പറയുന്ന ആ ഒരു കണക്കുകളെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയണം. നിങ്ങൾക്ക് എത്ര കസ്റ്റമർ ഒരു ദിവസം വരണം എന്നുള്ളതിന് നിങ്ങൾക്ക് എത്ര ആളുകൾ നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ധാരണയുണ്ട്. എത്ര കസ്റ്റമർ ഒരു ദിവസം വന്നാൽ ആ വരുന്ന കസ്റ്റമറിൽ നിന്ന് ഇത്ര രൂപ എനിക്ക് വരുമാനം ഉണ്ടായാൽ, ഇത്ര രൂപ എനിക്ക് ഇൻകം ലഭിച്ചാൽ എനിക്ക് എന്റെ ബിസിനസിനെ ലാഭത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള കണക്ക് കൃത്യമായിട്ട് അറിയുന്ന എത്ര ആളുകൾ നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുന്നുണ്ട്? ഞാൻ കണ്ടുമുട്ടുന്ന റെസ്റ്റോറന്റ് ഉടമകളിൽ 95% ആളുകളും ഇത്തരത്തിലൊരു കണക്ക് അറിയാത്ത ആളുകളാണ്. അവർക്കറിയില്ല അവരുടെ ബിസിനസ്സിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അവർക്കറിയില്ല. അവർക്കറിയാം എന്റെ കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞങ്ങളെ സമീപിക്കുന്നത്. ആ സമയത്ത് അവരെ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം പരിമിതികളുണ്ട്. കാരണം എന്താ? ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ ഒരു ചെറിയ പനിയുമായിട്ടാണ് ചെന്നതെങ്കിൽ പെട്ടെന്ന് ആ ഡോക്ടർക്ക് എന്ത് ചെയ്യാം? ഒരു അനലൈസിസ് ഒക്കെ നടത്തി അയാളെ ഒരു പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കി അതിന്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് പനി സാധാരണ പനിയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേജർ ഇഷ്യൂസുകൾ കൊണ്ടുണ്ടായ പനിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയൂല്ലേ? എന്നാൽ ആ പനി മൂർച്ഛിച്ച് അദ്ദേഹം ശ്വാസതടസ്സവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നതെങ്കിൽ വേഗം ICUയിലേക്കാണ് അത് കൊണ്ടുപോവുക. അല്ലെ? ICUയിൽ കൊണ്ടുപോയിട്ട് അവിടെ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകും. അവിടെയും അയാൾക്ക് സാധ്യതയുണ്ട്. 80% അയാൾക്ക് 90% സാധ്യത കിട്ടും രക്ഷപ്പെട്ടു പോരാൻ വേണ്ടിയിട്ട്. അതല്ല, ആ സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി മുമ്പോട്ട് പോയി, നമ്മള് പാടെ തളർന്നു,
യാതൊരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ വെന്റിലേറ്ററിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രോഗി ഒരു ഡോക്ടറെ അടുത്തെത്തി കഴിഞ്ഞാലോ സാധ്യത എത്രയായിരിക്കും? ഡോക്ടർ പറയാ ഒരു 2%, 1% സാധ്യതയൊക്കെ ഉള്ളൂ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന അവസ്ഥയാണ്, അല്ലെ? ഇങ്ങനെയാണ് പല റെസ്റ്റോറന്റുകളുടെയും ഇന്നത്തെ സാഹചര്യം. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ വളരെയധികം ഡീസന്റ് ആണ്. വലിയ കാറില് വലിയ ജോറായിട്ടുള്ള നടത്തം കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണും. പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ ദയനീയമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഞങ്ങളുടെ അനലൈസിസിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഈ വലിയ കാറിൽ നടക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിന് ഉടലെടുക്കുക, ലോൺ അടയ്ക്കാൻ കഴിയാതെയും അതേപോലെ മറ്റുള്ള ബാധ്യതകൾ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് ഇദ്ദേഹം ഓരോ മാസവും തള്ളി നീക്കി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം ഈ കാറിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹം പണം കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിനെ തേടി ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലും വീട്ടിലും എത്തും. ആ ഡീസൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാറുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കണം. ആ ഡീസൻസിയിൽ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടു പോയിട്ടില്ലെങ്കിലോ ഇത് എങ്ങനെയെങ്കിലും അടച്ചാൽ ഇത്രയും എനിക്ക് ഓരോ ദിവസവും നഷ്ടം ഉണ്ടാവില്ല എന്നുള്ള അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇദ്ദേഹത്തിന് അത് അടച്ചു പൂട്ടാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം മുമ്പോട്ട്. 2025 എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ കണ്ട ആളുകളുടെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിസിനസ് പരാജയപ്പെടുന്നതാണോ യഥാർത്ഥത്തിൽ? ഞാൻ പറയാറുള്ളത് ബിസിനസ് പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ബിസിനസ്സുകൾ പരാജയപ്പെടുന്നില്ല. ബിസിനസ് പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്, ബിസിനസ്സുകാരനാണ് പരാജയപ്പെടുന്നത്. ബിസിനസ് ലോകത്തിന്, സമൂഹത്തിന്, പ്രപഞ്ചത്തിന് ആവശ്യമുള്ള തന്നെയാണ് എല്ലാ ബിസിനസ്സുകളും. ഭക്ഷണം കഴിക്കാൻ ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടയിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കഴിക്കേണ്ട ആളുകൾ. അവരെ നമ്മളുടെ വിപണിയിൽ നിന്ന് നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കുന്നതിന് നമുക്ക് എന്തുണ്ട് അവരോട് പറയാൻ? നിങ്ങൾ എന്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരും, ഇത് എന്റെ കയ്യിൽ മാത്രമേ ഈ ഫുഡുള്ളൂ, ഈ ടേസ്റ്റ് എന്നിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയുന്ന ഒരു യുണീക്ക്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപഭോക്താവിനോട് പറയാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അവിടെയാണ് ആ ഉപഭോക്താവ് നിങ്ങളിൽ മാത്രമുള്ള ടേസ്റ്റ്, നിങ്ങളിൽ മാത്രമുള്ള യുണീക്ക്നെസ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തെത്തുന്ന ഉപഭോക്താവ് നിങ്ങൾ പറയുന്ന പണം തരാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. കാരണം അയാൾക്ക് ഇത് വേറൊരുത്തിൽ നിന്ന് അവൈലബിൾ അല്ല. ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ബിസിനസ്സിനെ നിങ്ങളൊന്ന് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കും. 2025 റെസ്റ്റോറന്റുകൾ, പരാജയപ്പെട്ട റെസ്റ്റോറന്റുകൾ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അവർക്ക് യുണീക്നെസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റ് അവർ ചെയ്തിരിക്കുന്നത്. അവരുടെ വിപണിയിൽ അവര് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർ ഏറ്റവും ആദ്യം ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവർക്ക് യുണീക്നെസ് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ഈ യുണീക്നെസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ വിപണിയിൽ ആ പരാജയം അവർ നേരിട്ടില്ലായിരുന്നു. അപ്പൊ യുണീക്നെസ് കൊണ്ടുവരുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മൾ നേരിടുന്നത്? നമ്മൾ നേരിടുന്ന തടസ്സങ്ങളിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഇന്നോവേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾ, ഇല്ലേ? രാവിലെ 5 മണിക്കോ 6 മണിക്കോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി 12 മണിക്കാണ് നിങ്ങളുടെ ബിസിനസ് അടയ്ക്കുന്നതെങ്കിൽ 12 മണിക്ക് അടച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. 1 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് വീട്ടിൽ പോകാൻ കഴിയുന്നുണ്ടാവുക, ഇല്ലേ? പിറ്റേന്ന് രാവിലെ വീണ്ടും 6 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ ഉള്ളിൽ എത്തി. നിങ്ങളുടെ ബിസിനസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചോ, നിങ്ങളുടെ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചോ, നിങ്ങളുടെ ഉപഭോക്താവ് എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ബിസിനസ്സിൽ? ആസ് എ ബിസിനസ് ഓണർ, ആസ് എ റെസ്റ്റോറന്റ് ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താ? നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തു കൊടുത്തിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഡ്യൂട്ടി മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? ഓരോ ജോലിക്കാരനും ചെയ്യുന്ന ജോലികളുടെ പകുതിയിലധികം ജോലികൾ നിങ്ങളായിരിക്കും പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടായിരിക്കും അയാൾ ആ ജോലി ചെയ്യുന്നുണ്ടാവുക, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആകുമ്പോഴല്ലേ ആ ജോലി പെർഫെക്റ്റ് ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ.
അവിടെ എന്താണ് തെറ്റുകൾ സംഭവിക്കുന്നത്? നമ്മുടെ എവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? നമ്മളുടെ ജീവനക്കാരന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോ ജീവനക്കാരനും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ജോബാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അയാൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് അയാൾക്ക് ക്ലാരിറ്റി ആവുന്നുള്ളൂ, അത് പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിയുന്നുള്ളൂ. ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ ഒരു വലിയ കടലിന്റെ നടുവിൽ കുടുങ്ങിയിട്ട് എവിടേക്ക് ദിശയറിയാതെ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ പോലെയാണ് അവന്റെ മനസ്സുണ്ടാവുക. അവനൊന്നും വ്യക്തതയൊന്നുമില്ല, അവനോടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറയുന്നു അവൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ജീവനക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജോലികൾ ചെയ്യുന്ന ജീവനക്കാരെ അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ടീമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളെ അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നിങ്ങളൊരു ജോലി നിങ്ങളുടെ ഒരു ജീവനക്കാരനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് അതിന് ഫിക്സ് ചെയ്ത ശമ്പളം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി അടക്കമാണ് നിങ്ങൾ അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവരുത്, അല്ലേ? പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യരുത്. നിങ്ങൾ മോണിറ്ററിങ് മാത്രം അയാൾ ആ ജോലി ചെയ്യുന്നുണ്ടോ, അയാൾക്ക് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്, ആ തെറ്റ് സംഭവിച്ചത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അയാൾ എന്ത് ചെയ്യാം? പെർഫെക്റ്റ് ആയിട്ട് മാറ്റുക. അയാൾ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഇൻസെന്റീവും റിവാർഡ്സും ഒക്കെ നിങ്ങൾ ഓഫർ ചെയ്യണം. അയാളെ അപ്രിസിയേഷൻ കൊടുക്കണം നിങ്ങൾക്ക്. അയാൾക്കൊരു പ്രോത്സാഹനം കിട്ടണം. ഏതൊരു മനുഷ്യനും പ്രോത്സാഹനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഇവരോടൊപ്പം കിടന്ന് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത ഹാർഡ് വർക്കിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരാൾക്ക് അപ്രിസിയേഷൻ ഒന്നും കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. നമ്മളുടെ മനസ്സാകപ്പാട്ട് തകർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോഴാണ് നമ്മളെ ജീവനക്കാരന് അപ്രിസിയേഷൻ കൊടുക്കാൻ പോകുന്നത്, അല്ലേ? ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറന്റുകളുടെ പരാജയം. റെസ്റ്റോറന്റുകളുടെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുകയാണ് ഇവിടെ. ഇതാണ് 2025 നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. നിങ്ങളുടെ ഓപ്പറേഷൻസ് എന്തൊക്കെ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട്? നിങ്ങളുടെ ഓപ്പറേഷൻസിൽ എന്തൊക്കെ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട്? എവിടെയാണ് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് കഴിയണം. അങ്ങനെ നിങ്ങൾ വിലയിരുത്തി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ ജീവനക്കാരൻ നിങ്ങൾ പറയുന്നത് കേട്ട് ജോലി ചെയ്യേണ്ട ആളുകളല്ല, അവർ സ്വയം ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ജോലി ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളതിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് എന്നാണോ കഴിയുന്നത് അന്ന് മാത്രമേ നിങ്ങളുടെ ഓപ്പറേഷൻസ് നിങ്ങളില്ലാതെ പ്രവർത്തിക്കുള്ളൂ. നിങ്ങളില്ലാതെ നിങ്ങളുടെ ഓപ്പറേഷൻസ് എന്നാണോ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അന്ന് മുതലാണ് നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ മെനുവിനെ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതുവരെ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ്, സ്വയം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനായിട്ട് നിങ്ങളുടെ റെസ്റ്റോറന്റിൽ നിങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള ജീവനക്കാരനോട് അത് ചെയ്യാനും ഇത് ചെയ്യാനും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. മറ്റുള്ള ജീവനക്കാരെ ജോലി ചെയ്യിക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിന്റെ പ്രൊഡക്ടിവിറ്റി പരമാവധി എടുക്കാനും നിങ്ങൾക്ക് കഴിയാതെ പോകും. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. ഇങ്ങനെ വരുന്ന ഓപ്പറേഷൻസിൽ വരുന്ന പരാജയം കൊണ്ട് അല്ലെങ്കിൽ പ്രതിസന്ധി കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ തേടി വരാതെ ആവും. വന്ന കസ്റ്റമർക്ക് നിങ്ങൾ നിശ്ചയിച്ച വിലയ്ക്കും പിന്നെ അതേപോലെ ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റാതെ വരും. അവിടെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ പരാജയപ്പെടുന്നത്. ക്യാഷ് ഫ്ലോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറന്റിൽ കിട്ടാക്കനിയായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പോകുന്ന സിറ്റുവേഷൻ അതാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഓരോ മാസവും
മന്ത് എൻഡ് ആവുമ്പോഴേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ലാതെ വരും. കൊടുക്കാനുള്ള പണം കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത റോളിങ്ങിന് വേണ്ടിയിട്ട് ഓട്ടം നിങ്ങൾ അടുത്തത് ഓടാൻ വേണ്ടി തുടങ്ങാം, ഇല്ലേ? മാസാവസാനം ആകുമ്പോഴേക്ക് വാടക കൊടുക്കണം, വെണ്ടേഴ്സിന്റെ സെറ്റിൽമെന്റ്, സാലറി സെറ്റിൽമെന്റ്, അതേപോലെ കറണ്ട് ബില്ല്, അതേപോലെ മറ്റുള്ള ഗ്യാസും മറ്റുള്ള എക്സ്പെൻസുകളുടെ ബില്ലുകൾ എല്ലാം വന്ന് ഡംപ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടന്റിന്റെ മുമ്പിൽ കിടക്കും. ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് നമ്മളെ വിളിക്കും. അക്കൗണ്ടന്റ് നമ്മളെ വിളിക്കുമ്പോ ടെൻഷനാണ്, പിന്നെ നമുക്ക് സ്ട്രെസ് ആണ്. നമുക്ക് നമ്മൾ എന്താ ചെയ്യാ? ഒട്ടമാണ് പിന്നീട് ഇത്രയും പണം. ചില റെസ്റ്റോറന്റുകളൊക്കെ ലക്ഷങ്ങളാണ് മന്തെൻഡിലേക്ക് റോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ലക്ഷങ്ങൾ. എന്തിനാ നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? എന്തിനാ നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? ഈ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് ഏത് കാലത്താണ് നമ്മൾ ഇത് കരകയറാൻ വേണ്ടിയിട്ട് കഴിയാൻ നമുക്ക്? എന്റെ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ പണം എല്ലാ മാസവും നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സിസ്റ്റം നിങ്ങളുടെ റെസ്റ്റോറന്റിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാസത്തോടു കൂടി നിങ്ങൾ അത് അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തണം നിങ്ങളുടെ റെസ്റ്റോറന്റിൽ. 2026 നിങ്ങൾ ഇനി പണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. അതിനെന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. മെനുവിലെ മാറ്റം വരുത്തണോ? അതിന് നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ സിസ്റ്റം ഓപ്പറേഷൻസ് കറക്റ്റ് ചെയ്യണോ? അതിന് നിങ്ങൾ തയ്യാറാവണം. കസ്റ്റമറെ കൊണ്ടുവരുന്നതിന്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നതിന്, കസ്റ്റമറെ തിരിച്ചറിയുന്നതിന്, ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ പ്രിഫറൻസ് അറിഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറാവണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ 2026 2025 ഒരു പടി കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെസ് തരാൻ പോകുന്ന കാലമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. എന്നാൽ 2025 നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. 2026 ആകുമ്പോഴേക്ക് അതിന്റെ പരമാവധി, അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാം. അവിടെ നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള നമ്മളുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ബിസിനസ് രീതികൾ ഒന്നും 2026 നമ്മളുടെ മുമ്പിൽ ഉണ്ടാവില്ല. ഓരോന്നോരോന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഇല്ലേ? ആളുകൾ ഇന്ന് വീട്ടിലിരുന്നും അതേപോലെ അവരുടെ യാത്രയിലും എവിടെ നിന്നും അവർക്ക് ഭക്ഷണം അവരുടെ വീട്ടിലെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോഴും നമ്മൾ ട്രഡീഷണൽ രീതിയിലെ ബിസിനസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം നമ്മൾ അനുവദിക്കില്ല ഒരിക്കലും. ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തൊരു ദിവസം ഇറങ്ങുന്നുണ്ടെങ്കിൽ അയാൾ എവിടെ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, നൈറ്റിലെ ഡിന്നർ എവിടെ നിന്നാണ് എന്നുള്ളത് അവർ പൂർണ്ണമായിട്ടും അവർ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടാണ് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, അല്ലെ? ഇതെങ്ങനെയാ അവർ പഠിക്കുന്നത്? ഇന്ന് ഡാറ്റ കൺസ്യൂമിങ് എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡാറ്റ കൺസ്യൂമിങ്. എന്താണ് ഡാറ്റ കൺസ്യൂമിങ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ഹാബിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ മാത്രം ഒരു ഹാബിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളൊരു സാധനത്തിനെ പറ്റി അറിയാൻ നിങ്ങൾ ഏറ്റവും ആദ്യം, ഒരു ഉദാഹരണം, ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ അതിന്റെ വില നോക്കാൻ വേണ്ടി ആമസോണിൽ കയറി സെർച്ച് ചെയ്യും, അല്ലേ? ആമസോണിൽ കയറി സെർച്ച് ചെയ്യും. അപ്പൊ ആമസോണിൽ കയറി അതിന്റെ ഫ്യൂച്ചേഴ്സ്, അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ, അതിന്റെ വില എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും. ദെൻ നിങ്ങൾ പോകുന്നത് എവിടേക്കാണ്? അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അടുത്തത് പോവുക യൂട്യൂബിലേക്കാണ് നിങ്ങൾ പോവുക, ഇല്ലേ? അവിടെ പോയി നിങ്ങൾ എന്താണ് ചെയ്യുക? അവിടെ പോയിട്ട് വളരെ സിമ്പിൾ, നമ്മൾ അതിന്റെ റിവ്യൂ ഒന്ന് നോക്കും, ഇല്ലേ? അവിടെ പോയിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ ഒന്ന് അടിച്ചു നോക്കും. പിന്നെ ഫോണിന്റെ റിവ്യൂ എന്താണ് എന്നുള്ളത് അടിച്ചു നോക്കും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
പിന്നെ ഫ്രീ ആവുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ നിങ്ങൾ ഫ്രീ ആണോ? അല്ല. പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ മൊബൈലിനെ കുറിച്ചുള്ള ഒരു പറ്റം ഡീറ്റെയിൽസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചെയ്യാം. നിങ്ങൾ പിന്നെ ഫേസ്ബുക്ക് തുറന്നാൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയാൽ, നിങ്ങൾ ഗൂഗിൾ തുറന്നാൽ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ദിസ് ഇസ് ദ ഡാറ്റ കൺസ്യൂമിംഗ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ആവശ്യക്കാരനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിന്തുടർന്ന് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജികൾ ഇന്ന് ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളുടെ ഫുഡിലും ഇതേപോലെയാണ്. നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഒരു കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഇന്ന് ഏതൊക്കെ റെസ്റ്റോറന്റിൽ പോകണം എന്നുള്ളത് അയാൾ തീരുമാനിച്ച് ഉറപ്പിച്ചത് അയാൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടോ 15 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അയാളുടെ മനസ്സിലേക്ക് വന്ന ഈ റെസ്റ്റോറന്റുകളുടെ നിരകളിൽ നിന്ന് അതിന്റെ ഫുഡുകളെ അനലൈസ് ചെയ്ത് അതിന്റെ അയാളുടെ പ്രിഫറൻസിൽ വന്ന ഡിഷസുകൾ അയാൾ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയാണ് അയാൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇത് നമ്മളുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നിങ്ങളുടെ വിപണിയിലുള്ള 10 റെസ്റ്റോറന്റുകൾ ഉണ്ടെങ്കിൽ 10 റെസ്റ്റോറന്റിലും ഒരേപോലെ വിൽക്കുന്ന ബിരിയാണിയെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് പറഞ്ഞ കസ്റ്റമർ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ എത്തുമോ? ഇല്ല. അവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിഷിനെ കാണിച്ച് അതിൽ അവരുടെ ഇമോഷനെ കണക്ട് ചെയ്ത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അയാളില് പ്രേരിപ്പിക്കപ്പെട്ട് അയാളെ ഒരു ഹുക്ക് ഇട്ട് വലിച്ച് നമ്മളുടെ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റർ ചെയ്യുന്നുണ്ടാവും. അവിടേക്ക് അതുകൊണ്ട് ആളുകൾ കൂടുതൽ പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനൊരു റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ റെസ്റ്റോറന്റ് ഓണർ എന്നോട് പറയുന്നത്, നമുക്കൊരു 1-2 വർഷം മുമ്പ് വരെ നല്ല ഫ്ലോ ആയിരുന്നു കസ്റ്റമർ. നമ്മൾ ഷട്ടർ തുറന്ന ആളുകൾ ഓടിക്കേറുമായിരുന്നു. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറന്റ് പുതിയതായിട്ട് വന്നപ്പോൾ അവിടേക്കാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. നമ്മൾ നല്ല രൂപത്തിൽ ആളുകൾക്ക് സെർവ് ചെയ്തിട്ടുണ്ട്, അവർക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവർക്ക് ഒരു നന്ദിയൊന്നും ഇല്ല നമ്മളോട്. അവര് വേറെ റെസ്റ്റോറന്റ് വന്നപ്പോൾ അവിടേക്ക് പോയിരുന്നു. ആളുകൾക്ക് നന്ദി കാട്ടാനല്ല, അവര് നിങ്ങൾക്ക് പണം തന്ന് അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അവർ തരുന്ന പണത്തിനുള്ള കൃത്യമായിട്ടുള്ള മൂല്യമുള്ള, അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, അവർ പ്രതീക്ഷിക്കുന്ന പ്രിഫറൻസുകളുള്ള ഫുഡുകൾ എവിടെയാണോ കിട്ടുന്നത്, ആ സർവീസ് എവിടെയാണോ കിട്ടുന്നത്, അവിടേക്ക് പോകും. അതിൽ നമ്മൾ ബേജാറായിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള സർവീസ് മെച്ചപ്പെടുത്തുക, അവർക്ക് കൊടുക്കേണ്ട അവരുടെ പ്രിഫറൻസുകളെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ റെസ്റ്റോറന്റിലെ കസ്റ്റമർ ആയിട്ട് മാറും. അപ്പൊ എനിക്ക് 2025 നമ്മൾ നേരിട്ട പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ റെസ്റ്റോറന്റിൽ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ 2026 നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മുടെ നിലനിൽപ്പ് നമ്മൾ തന്നെ അവതാളത്തിലേക്കാക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ പോക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ മെനു മുതൽ നമ്മുടെ മാർക്കറ്റിംഗ് വരെയുള്ള ഒരു നീണ്ട പ്രോസസ്സ് ഉണ്ട് നമ്മുടെ റെസ്റ്റോറന്റിൽ നടക്കുന്നത്. ഈ പ്രോസസ്സുകളിൽ ഒന്നും വിടാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അപ്ഡേറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ നമുക്ക് ഇതിലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഈ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: നമ്മുടെ ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഡാറ്റ കൺസ്യൂമിങ് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ, ഇമോഷണൽ സ്ട്രാറ്റജികൾ, സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ നമ്മൾ മികച്ച രീതിയിൽ നമ്മുടെ റെസ്റ്റോറന്റിനെ സക്സസ് ആക്കണം എന്നുള്ള ലക്ഷ്യം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകളെ ഓരോ ദിവസവും അനലൈസ് ചെയ്ത് അതിന് വരുത്തേണ്ട മാറ്റങ്ങളെ ഓരോ ദിവസവും വരുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ റെസ്റ്റോറന്റിനെ നമുക്ക് കൃത്യമായിട്ട് ഫോം ചെയ്തെടുക്കാൻ, മോഡൽ ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റൂ.
മിസ് ബ്രാൻഡ് നിങ്ങൾക്ക് ഈ പറയുന്ന സർവീസുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ടീം മെമ്പറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. കാരണം കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിൽ റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മെന്ററിങ്ങും കൺസൾട്ടിങ്ങും അതേപോലെ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾക്ക് അവരുടെ ഈ പറയുന്ന പ്രോബ്ലംസുകളെ പരിഹരിച്ചു കൊടുക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ 2026 നമുക്കിപ്പോ ഏകദേശം 6000-ലധികം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് നമുക്കുള്ളത്, റെസ്റ്റോറന്റ് ഓണേഴ്സ്. നമ്മൾ ഗ്ലോബൽ ലെവലിലേക്ക് നമ്മുടെ സർവീസിനെ നമ്മൾ വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ. മിഡിൽ ഈസ്റ്റിലൊക്കെ നമുക്ക് ധാരാളം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഈ സർവീസ് ഗ്ലോബൽ ലെവലിലേക്ക് മലയാളികളായ റെസ്റ്റോറന്റ് ഉടമകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മുടെ സർവീസ് എത്തിക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ. അപ്പൊ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറന്റിന് ഒരു മാറ്റം തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാറ്റങ്ങൾ ഇല്ലാതെ നമുക്കിനി മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്യാൻ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. മാറാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെനു ഒന്നും നമുക്ക് യുണീക്ക് ആയിട്ടുള്ള മെനുകൾ കൊണ്ടുവരുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം എക്സിക്യൂട്ടീവ് ഷെഫുമാരുടെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഗ്ലോബൽ ലെവലിലെ എക്സ്പീരിയൻസ് ഉള്ള ഷെഫുമാരാണ്. അവർക്ക് ഫ്യൂഷൻ രീതിയിലും അതേപോലെ നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള എല്ലാ ഡിഷസുകളും നിങ്ങളിലേക്ക് അവർക്ക് യുണീക്ക് ആയിട്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. കൂടാതെ നിങ്ങളുടെ സെയിൽസ് ടീമിനെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഇത് കറക്റ്റായിട്ട് വിൽപ്പന നടത്തണം. ക്രോസ് സെല്ലിങ്ങും അപ് സെല്ലിങ്ങും കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന റവന്യൂ എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള ഇൻകം കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക്, കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് ഓരോ വിൽപ്പനയും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിന് നമ്മുടെ സെയിൽസ് ടീമിനെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവർ സംസാരിക്കേണ്ട ഓരോ സ്ക്രിപ്റ്റുകളും കൃത്യമായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി നമുക്കുണ്ട്. അത് സെയിൽസ് ട്രെയിനിങ് ആണ് നമ്മളായിട്ട് കൊടുക്കുന്നത് അവർക്ക്. അത് ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റോറന്റുകൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവര് വിൽപ്പന നടത്തിക്കോളും. നിങ്ങൾക്ക് ഇതിനൊരു ടെൻഷനും ഇല്ല അതിന്. അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 2026 നിങ്ങളുടെ സക്സസ് ഇയർ ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. യുണീക്ക് ആയിട്ടുള്ള ഡിഷസുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങളോടൊപ്പം ചേർന്ന് നിർത്തുന്ന ഒരു ഇയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 2026 നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ ഇമോഷണൽ ബേസ്ഡ് മാർക്കറ്റിംഗ് സൈക്കോളജിയാണത്. കസ്റ്റമറുടെ മനസ്സറിഞ്ഞ് കസ്റ്റമറുടെ മൈൻഡ് സെറ്റിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ എത്തിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം നമ്മുടെ വിപണിയിലുള്ള എല്ലാ കസ്റ്റമറും നമ്മുടേതാണ് എന്നുള്ളതല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ പൊസിഷൻ ചെയ്ത ഒരു കസ്റ്റമർ ഉണ്ട്. ആ പൊസിഷൻ ചെയ്ത കസ്റ്റമറുടെ ഫോക്കസ് ചെയ്ത് അവരുടെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളല്ല നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വിടും. നമ്മൾ ഈ ട്രഡീഷണൽ രീതിയിൽ ഷട്ടർ തുറന്ന് കസ്റ്റമറെ കാത്തിരിക്കുന്ന രീതികളൊക്കെ നമുക്ക് എത്രയോ കാലം മുമ്പ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് 2025 നമ്മൾ എന്ത് ചെയ്തത്, കൃത്യമായിട്ടൊന്ന് കുടഞ്ഞു പോകുന്നത്. 2026 വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നം നിലനിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2026 നിങ്ങളുടെ മെനു
നിങ്ങളുടെ ഓപ്പറേഷൻ, നിങ്ങളുടെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിന്റെ മികച്ച ട്രെയിനിങ് ആയിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലേറ്റർ വെബിനാർ എന്ന് പറയുന്ന വെബിനാർ എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9 മണിക്ക് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങളുടെ മെനു യുണീക്ക്നെസ് എങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രൈസ് നിശ്ചയിക്കേണ്ടത്, നിങ്ങളുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളില്ലാതെ നിങ്ങളുടെ റെസ്റ്റോറന്റിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ഓരോ ജീവനക്കാരനെയും നിങ്ങൾക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയാം. നിങ്ങളുടെ ഫുഡിനെ യുണീക്ക് ആയിട്ടുള്ള ഫുഡുകളെ തിരഞ്ഞ് നിങ്ങളുടെ കസ്റ്റമർ വരണമെങ്കിൽ ആ കസ്റ്റമറെ നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിങ്ങളുടെ സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരിക്കണം, സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ എങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വെബിനാറിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വെബിനാറിൽ നിങ്ങളൊന്ന് പങ്കെടുക്കുക. അതൊരു ഒരു നേരത്തെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്ന പണം പോലും ഞങ്ങൾ അതിന് ഫീ ആയിട്ട് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നില്ല. വളരെ തുച്ഛമായിട്ടുള്ള ഫീയിലാണ് ആ വെബിനാർ സംഘടിപ്പിക്കുന്നത്. കാരണം എന്താ, ആളുകളെ അവെയർ ചെയ്യാം. വിഷൻ 2026ന്റെ ഭാഗമായിട്ട് മലയാളികളായിട്ടുള്ള എല്ലാ റെസ്റ്റോറന്റ് ഉടമകളെയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റെസ്റ്റോറന്റ് നടത്തുന്ന ആളുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലേറ്റർ വെബിനാർ ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടൈം എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 9 മണിക്കാണത്. അപ്പൊ നിങ്ങൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വെക്കാം. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഓരോ വെബിനാറിലും ഞങ്ങൾ കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നേരിടുന്ന എന്ത് പ്രോബ്ലം ആണെങ്കിലും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു Q&A സെഷൻ ഞാൻ അതിൽ തരുന്നുണ്ട്. അത് അൺലിമിറ്റഡ് ടൈമാണ്. നമുക്കൊരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ സംശയങ്ങളെ കൃത്യമായിട്ട് ചോദിക്കാനും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ആ വെബിനാറിൽ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കഴിവതും എല്ലാവരും ആ ഒരു വെബിനാർ ഒരു തവണയെങ്കിലും, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള വെബിനാർ, റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള വെബിനാറുകളിൽ ഒന്നാണ് റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഈ വെബിനാർ. അപ്പോ ഒരു റെസ്റ്റോറന്റ് ഉടമ ഒരു തവണയെങ്കിലും ഈ വെബിനാർ പങ്കെടുക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പങ്കെടുക്കുക. 2026 ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന ആളുകൾക്കുള്ള വർഷമാണ്. പരിഹരിക്കാതെ പോകുന്നവര്, ഞാൻ പറഞ്ഞു, നമ്മള് ICUവിലും വെന്റിലേറ്ററിലുമുള്ള ആളുകളെ പോലെ നമ്മള് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. അതല്ല, നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി അടുത്ത സ്റ്റെപ്പ് വെച്ചു നമുക്ക് മുകളിലേക്ക് കയറി പോകണമെങ്കിൽ നമ്മളുടെ ആദ്യം തന്നെ നമ്മളുടെ ഫൗണ്ടേഷനുകൾ നമ്മൾ ക്ലിയർ ആക്കണം. ആ ഫൗണ്ടേഷൻസ് നിങ്ങൾ 2026ലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് കാലെടുത്ത് വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടില്ല. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നിങ്ങളുടെ പ്രോഫിറ്റ് ഫസ്റ്റ്. ക്യാഷ് ഫ്ലോ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതാ, പ്രോഫിറ്റ് ഉണ്ടോ, എനിക്ക് പണം വരുമ്പോൾ വന്നാൽ മാത്രം പോരാ, എനിക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പണം വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ വെറുതെ പണം വന്നിട്ട് കാര്യം, നിങ്ങൾക്ക് പണം വരുന്നു, നിങ്ങളത് വെണ്ടേഴ്സിനും വാടകയും നിങ്ങളുടെ സ്റ്റാഫിനും സാലറി കൊടുത്തു കഴിയുമ്പോൾ 0 അല്ലെങ്കിൽ മൈനസ്, കാര്യമില്ല അതിന്, അല്ലെ? അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്ത് 2026 ഏറ്റവും നല്ല ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് നിങ്ങൾക്ക് മാറട്ടെ എന്ന് ഞാൻ ഇപ്പോൾ തന്നെ ആശംസിക്കുന്നു. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ 2026. താങ്ക് യു.